അസ്സലാമു അലൈക്കും. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. ദുൽഹിജ്ജ 8-നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഈ ദിവസത്തിന് യൗമുത്തർവിയ എന്ന് പറയുന്നു. അന്നു രാവിലെ മക്കയിലുള്ള താമസ സ്ഥലത്തു നിന്ന് കുളിച്ച് ശുദ്ധിയായി ശരീരത്തിൽ സുഗന്ധം പുരട്ടിയ ശേഷം ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു. ഇഹ്റാമിൻ്റെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിച്ച ശേഷം ഹജ്ജിന് വേണ്ടി എന്ന നിയ്യത്തോടെ ഇഹ്റാം ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി ഉരീദുൽ ഹജ്ജ ഫയസ്സിർഹു ലി വതഖബ്ബൽഹു മിന്നി വഅഉനിയ അലൈഹി വബാരിക് ലി ഫീഹി നവൈതുൽ ഹജ്ജ വഅഹ്റംതു ബിഹില്ലാഹി തആല. അല്ലാഹുവേ, ഞാൻ ഹജ്ജ് ഉദ്ദേശിക്കുന്നു, അതെനിക്ക് നീ എളുപ്പമാക്കി തരികയും സ്വീകാര്യമാക്കി തരികയും ചെയ്യണമേ. ഹജ്ജിൽ എന്നെ സഹായിക്കുകയും എനിക്ക് ബർക്കത്ത് നൽകുകയും ചെയ്യണമേ. ഞാൻ അല്ലാഹുവിനു വേണ്ടി ഹജ്ജ് ചെയ്യാൻ നിയ്യത്ത് ചെയ്യുകയും ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നിങ്ങളുടെ താമസ സ്ഥലത്തു നിന്ന് മിനയിലേക്ക് മുത്തവഫിഫ് ഏർപ്പെടു ചെയ്യുന്ന ബസ്സിൽ മിനായിലേക്ക് പുറപ്പെടുകയും അന്നവിടെ താമസിക്കുകയും ചെയ്യുക. ദുൽഹിജ്ജ 9. ഹജ്ജിൻ്റെ 2-ാം ദിവസമായ ദുൽഹിജ്ജ 9-ന് അറഫാ ദിനം എന്ന് പറയുന്നു. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിലെ നൃത്തം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം സൂര്യോദയത്തിന് ശേഷം ഹാജിമാരെ മിനായിൽ നിന്നും അറഫയിലേക്ക് മുത്തവഫിൻ്റെ ബസ്സുകളിൽ കൊണ്ടുപോകും. മിനായിൽ നിന്ന് അറഫയിലേക്കുള്ള യാത്രയിൽ താഴെ പറയുന്നത് പോലെ ദുആകൾ നല്ലതാണ്. അല്ലാഹുമ്മ ജഅൽഹ ഖൈറ ഉദ്വതി അദ്വതുഹാ ഖത്തു വ അക്രിബഹ മിൻ റിളവാക വ അബ്അദഹ മിൻ സഖതിക. അല്ലാഹുമ്മ ഇലൈക തവജ്ജഹ്തു വഅലൈക തവക്കൽതു വവജ്ജഹക ഉരീദു ഫജ്അൽ ദൻബി മഗ്ഫൂറൻ വഹജ്ജി മബ്റൂറൻ വറഹ്മനി വലാ തുഖയ്യിനി വബാരിക് ലി ഫീ സഫരി വഖ്രിദ്കി വബഅറാത്തിൻ ഹാജതി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, എൻ്റെ പ്രഭാതങ്ങളിൽ ഈ പ്രഭാതത്തെ ഉത്തമമാക്കുകയും നിനക്ക് തൃപ്തിപ്പെട്ടതാക്കുകയും ചെയ്യണമേ. നിൻ്റെ കോപത്തിൽ നിന്ന് ഈ ദിവസത്തെ നീ ദൂരീകരിക്കണമേ. അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് മുഖം തിരിക്കുകയും നിന്നിൽ മാത്രം ഭാരമേൽപ്പിക്കുകയും നിൻ്റെ മാത്രം പ്രീതി ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരയണമേ. എൻ്റെ ഹജ്ജ് സ്വീകരിക്കുകയും എനിക്ക് കരുണ വർഷിക്കുകയും ചെയ്യണമേ. എന്നെ അകറ്റാതിരിക്കുകയും എൻ്റെ യാത്രയിൽ ബർക്കത്ത് നൽകുകയും അറഫയിൽ എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. നീ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ളുഹർ മുതലാണ് അറഫയിലെ നൃത്തം ആരംഭിക്കുന്നത്. ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് ഉത്തമം. അറഫ തമ്പിൽ വെച്ചും ളുഹറും അസറും ജംഉം കസറുമായി നിസ്കരിക്കാം. അറഫയിൽ ഒട്ടും സമയം പാഴാക്കാതെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തും പ്രാർത്ഥിച്ചും ഭക്തി നിർഭരമായ മനസ്സോടെ കഴിഞ്ഞുകൂടണം. 2 കൈയും ഉയർത്തി പ്രാർത്ഥിക്കണം. തൽബിയത്ത്, ഖുർആൻ പാരായണം എന്നിവ വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവന് പങ്കുകാരുമില്ല. അവനാകുന്നു ആധികാരിപത്യം, അവനാകുന്നു സർവസ്തുതിയും. അവൻ ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു എത്ര പരിശുദ്ധൻ! അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ. എന്നിങ്ങനെയുള്ള ദിക്റുകളും ദുആകളും കഴിയുന്നത്ര വർദ്ധിപ്പിക്കണം. ഏത് ഭാഷയിലും പ്രാർത്ഥിക്കാം. ഹജ്ജിൻ്റെ ഏറ്റവും പവിത്രമായ ദിവസമാണ് അറഫാ ദിനം. ലോകത്തുള്ള മുസ്ലിം ജനലക്ഷങ്ങൾ അവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. ആ ജനതയുടെ എണ്ണവും വണ്ണവും ഉൾക്കൊള്ളാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയില്ല. അവരുടെയെല്ലാം മനസ്സുകൾ ഒരേ സമയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നാമും ആ ലക്ഷങ്ങളിൽ ഒരു കണ്ണിയാവുക. പ്രാർത്ഥനാ നിരതമല്ലാതെ ഒരു നിമിഷവും പാഴാക്കരുത്. സൂര്യാസ്തമയത്തിനു ശേഷം അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് പുറപ്പെടണം. മുസ്ദലിഫയിൽ എത്തിയ ഉടൻ മഗ്രിബ് 3-ഉം ഇശാ 2-ഉമായി ജംഉം കസറുമാക്കി നിസ്കരിക്കണം. പിന്നീട് അവിടെ രാത്രി കഴിച്ചുകൂട്ടണം. മുസ്ദലിഫയിൽ എവിടെ നിന്നാലും മതിയാകുന്നതാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ശേഷം വെളിച്ചമാകുന്നതുവരെ നിരന്തരമായ പ്രാർത്ഥനയിൽ മുഴുകണം. കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് സുന്നത്ത്. നേരം പുലർന്നാൽ മിനായിലേക്ക് പുറപ്പെടണം. രോഗികൾ, കുട്ടികൾ തുടങ്ങിയ ദുർബലർ മുസ്ദലിഫയിൽ അല്പമെങ്കിലും രാപ്പാർത്ത ശേഷം മിനായിലേക്ക് പുറപ്പെടുന്നതിൽ വിരോധമില്ല. ദുൽഹിജ്ജ 10-ന് ഹാജിമാർ രാവിലെ മിനായിലെത്തുന്നു. ഈ ദിവസമാണ് യൗമുൻ നഹർ.
മുസ്തലിഫയിൽ നിന്ന് മിനായിലേക്ക് പുറപ്പെടുമ്പോൾ സൗകര്യം പോലെ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കണം. കടലമണിയേക്കാൾ അല്പം വലിപ്പമുള്ള കല്ലുകൾ എടുക്കുന്നതാണ് സുന്നത്ത്. ജംറത്തുൽ അഖബയിലാണ് അന്ന് കല്ലെറിയേണ്ടത്. അവിടെ എത്തുന്നതുവരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. കഅബയെ ഇടത്തും മിനായെ വലത്തും ആക്കിക്കൊണ്ട് എറിയുന്നതാണ് ശ്രേഷ്ഠം. സൗകര്യമില്ലെങ്കിൽ എവിടെ നിന്നും എറിയാം. ജംറയുടെ തടത്തിൽ കല്ല് പതിക്കണമെന്നു മാത്രം കൈ ഉയർത്തി തക്ബീർ ചൊല്ലിക്കൊണ്ട് തുടർച്ചയായി 7 പ്രാവശ്യം എറിയണം. മിനായിൽ എത്തിയ ഉടനെയാണ് എറിയേണ്ടതെങ്കിലും അസൗകര്യം അനുഭവപ്പെട്ടാൽ പിന്തിപ്പിക്കാവുന്നതാണ്. പരമാവധി മറ്റൊരാളെ എറിയാൻ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നീട് ബലിമൃഗങ്ങളെ അറുക്കാനുള്ളവർ അത് നിർവഹിക്കണം. ദുൽഹിജ്ജ 13-ാം നാൾ സൂര്യാസ്തമയം വരെ ബലി നടത്താൻ സമയമുണ്ട്. മിനായിൽ വെച്ചോ മക്കയിൽ വെച്ചോ ബലി നടത്താം. സ്വയം മൃഗങ്ങൾ വാങ്ങി അറുക്കാൻ പ്രയാസമുള്ളവർക്ക് അവിടെ പണം കെട്ടി അറവ് നടത്താൻ ഗവൺമെൻറ് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി മദ്ഹബനുസരിച്ച് ഫിദിയയുടെ ഉടമയ്ക്ക് അതിൻ്റെ മാംസം ഭക്ഷിക്കാവതല്ല. കല്ലേറ് കഴിഞ്ഞ ശേഷം ബലി നടത്തിയവരും അല്ലാത്തവരും പിന്നീട് മുടിയെടുക്കണം. ഇതോടെ ഇഹ്റാം ചെയ്തവന് പാടില്ലാത്ത കാര്യങ്ങളിൽ സ്ത്രീയല്ലാത്തവ അനുവദനീയമാകുന്നു. ശേഷം മക്കത്ത് ചെന്ന് തവാഫുൽ ഇഫാള നിർവഹിക്കണം. പിന്നീട് ഹജ്ജിൻ്റെ സഅയും ചെയ്യണം. ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്തവരും ഹജ്ജിനും ഉംറയ്ക്കും കൂടി ഇഹ്റാം ചെയ്തവരും നേരത്തെ സഅയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വേണ്ടതില്ല. നേരത്തെ ഉംറ ചെയ്ത് ഇഹ്റാമിൽ നിന്ന് വിരമിച്ചവർ ഹജ്ജിൻ്റെ സഅയ് കൂടി നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഇതോടെ സമ്പൂർണ്ണമായും ഹാജി ഇഹ്റാമിൽ നിന്ന് മുക്തനാവുന്നതാണ്. പിന്നീട് മിനായിലേക്ക് തന്നെ മടങ്ങണം. തുടർന്നുള്ള 3 ദിവസങ്ങളിലും മിനായിൽ താമസിച്ചുകൊണ്ട് പ്രാർത്ഥനയും ദിക്റുകളും സൽക്കർമ്മങ്ങളുമായി കഴിച്ചു കൂട്ടണം. ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം 3 ജംറകളിലും കല്ലെറിയണം. ആദ്യം ജംറത്തുൽ ഊലായിൽ എറിയണം. കൈകൾ ഉയർത്തി തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് ഈ ജംറകളും എറിയേണ്ടത്. 1-ാം ജംറയിൽ എറിഞ്ഞ് അല്പം പിന്നോട്ട് മാറി ജംറയെ ഇടതുവശത്താക്കി കിബിലക്കു നേരെ തിരിഞ്ഞ് അള്ളാഹുവിനോട് ആവും വിധം പ്രാർത്ഥിക്കണം. പിന്നീട് 2-ാം ജംറയിലെത്തി എറിഞ്ഞ് അല്പം മുന്നോട്ടു മാറി ജംറയെ വലതു ഭാഗത്താക്കി നിന്ന് കിബിലക്കഭിമുഖമായി വീണ്ടും പ്രാർത്ഥിക്കണം. ശേഷം 3-ാം ജംറയിൽ കല്ലെറിഞ്ഞ് തിരിച്ചു പോവുക. അവിടെ പ്രാർത്ഥിക്കേണ്ടതില്ല.